പാചകവാതക സബ്സിഡി മാർച്ച് മാസത്തോടെ കേന്ദ്രം നിർത്തലാക്കും. വില ഓരോ മാസവും 4 രൂപ വീതം വർദ്ധിപ്പിക്കാനും തീരുമാനം. വിവരങ്ങളുമായി മനു ചേരുന്നു. മനു, ഇപ്പോൾ ഏതൊരു സാഹചര്യത്തിലാണ് സാധാരണക്കാർക്ക് വലിയ തിരിച്ചടിയായേക്കാവുന്ന ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത്? വൻ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്നത്. ഈ പാചകവാതക സബ്സിഡി സർക്കാർ നൽകുന്നത് പൂർണ്ണമായി നിർത്തലാക്കുന്നതിനുള്ള മാർഗമായാണ് പൊതുമേഖലാ ഓയിൽ കമ്പനികളോട് ഓരോ LPG സിലിണ്ടറിനും ഓരോ മാസവും 4 രൂപ വീതം വർദ്ധിപ്പിക്കണം എന്ന് നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. കേന്ദ്ര പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തന്നെയാണ് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകിക്കഴിഞ്ഞതായി ലോക്സഭയെ അറിയിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, അതോടൊപ്പം ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം അടക്കമുള്ള ഓയിൽ കമ്പനികളോട് നേരത്തെ തന്നെ ഇക്കഴിഞ്ഞ ജൂൺ മാസം മുതൽ തന്നെ 2 രൂപ വീതം സിലിണ്ടറിന് വർദ്ധിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ അതിനുശേഷവും ഇത്തരം ഒരു വർധനവ് ഓയിൽ കമ്പനികൾ നടപ്പാക്കിയിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് ഈ സബ്സിഡി ഇനത്തിൽ സർക്കാരിന് വലിയ തുക നഷ്ടപ്പെടുന്നു. ഇത് കുറയ്ക്കുക എന്ന ഭാഗമായാണ് ഇത്തരം ഒരു പദ്ധതിയിലേക്ക് സർക്കാർ കടക്കുന്നത്. അതിനുള്ള ഉപാധിയായി സർക്കാർ കാണുന്നത് ഓരോ മാസവും ഓരോ LPG സിലിണ്ടറിനും 4 രൂപ വീതം വർദ്ധിപ്പിക്കുക എന്നതാണ്. നിലവിലെ സാഹചര്യത്തിൽ 18 കോടിയോളമുള്ള ആളുകളാണ് ഇപ്പോൾ തന്നെ സർക്കാരിന്റെ ഈ LPG സബ്സിഡിക്ക് ആനുപാതികമായി ഉപയോഗിക്കപ്പെടുന്നത്. സാധാരണഗതിയിൽ സബ്സിഡി കഴിഞ്ഞ് 477 രൂപയ്ക്കാണ് സ്വാഭാവികമായും ഈ ദില്ലി മറ്റും കേന്ദ്രീകരിച്ചുള്ള പ്രദേശങ്ങളിലൊക്കെ ഓരോ LPG സിലിണ്ടറും വിൽക്കുന്നത്. സബ്സിഡി ഇല്ലെങ്കിൽ അത് 564 രൂപയ്ക്ക് മുകളിലേക്കും മറ്റും വരും. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ സബ്സിഡി ഇനത്തിൽ സർക്കാരിന് വലിയ നഷ്ടം സംഭവിക്കുന്നു. ഇത് അടുത്ത 2018 മാർച്ച് മാസത്തിനുള്ളിൽ തന്നെ ഈ സബ്സിഡി ഇനത്തിലെ നഷ്ടം നികത്തണം എന്നത് മുന്നിൽ കണ്ട് ഓരോ മാസവും നൽകുന്ന ഓരോ സിലിണ്ടറിനും 4 രൂപ വീതം വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ 18 കോടി ഉപഭോക്താക്കളിൽ നിന്ന് ഓരോ മാസവും ഓരോ LPG സിലിണ്ടറിൽ നിന്നും 4 രൂപ അധികമായി ഈടാക്കി ഈ സബ്സിഡി സർക്കാർ നൽകുന്നത് ഓയിൽ കമ്പനികൾ നികത്തണം എന്നാണ് സർക്കാർ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഈ ഓരോ മാസവും ഇനി 4 രൂപയുടെ വീതം വർധനവാണ് ഉണ്ടാകുക. വലിയ തിരിച്ചടിയാണ് ഉപഭോക്താക്കൾക്ക് ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുക. മനു, പ്രധാനമായും ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പല വിഷയങ്ങളിൽ ഇതുപോലെ സബ്സിഡിയുമായി ബന്ധപ്പെട്ട് സർക്കാർ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. കർഷകർക്ക് നൽകുന്ന സബ്സിഡി അടക്കം വെട്ടിക്കുറച്ചുകൊണ്ടുള്ള പല തീരുമാനങ്ങളും വന്നിരുന്നു. അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണോ ഈ സാധാരണക്കാരായ ആളുകൾക്ക് ഈ വലിയ തുക കൊടുത്ത് സിലിണ്ടർ വാങ്ങാൻ ശേഷിയില്ലാത്തവർക്ക് ലഭിക്കുന്ന ഈ സബ്സിഡി സിലിണ്ടർ ഇപ്പോൾ വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കവുമായി സർക്കാർ മുന്നോട്ട് വരുന്നത്? സർക്കാർ ഇതിന് കാരണമായി പറയുന്നത് ഈ സബ്സിഡി ഇനത്തിൽ സർക്കാർ ഇത്രയധികം തുക ചിലവഴിക്കുന്നത് പ്രായോഗികമല്ല. അത് നിർത്തലാക്കാനുള്ള ആലോചനകൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. അതിന് ശേഷമാണ് ജൂൺ മാസത്തിൽ ഇത്തരം ഒരു നിർദ്ദേശം ഓയിൽ കമ്പനികൾ മുമ്പാകെ വച്ചത്. പക്ഷേ ഓരോ സിലിണ്ടറിനും 2 രൂപ വെച്ച് വർദ്ധിപ്പിക്കണമെന്നാണ് ആദ്യം നിർദ്ദേശിച്ചിരുന്നത്. നിർദ്ദേശിച്ചാലും സർക്കാർ നൽകുന്ന സബ്സിഡികൾ പൂർണ്ണമായി ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ ഒരു കണക്കുകൂട്ടലിൽ നിന്നാണ് ഓരോ സിലിണ്ടറിനും 4 രൂപ വീതം വർദ്ധിപ്പിക്കാൻ. ഇപ്പോൾ ശ്രീ പത്മകുമാർ, BJP നേതാവ്, അദ്ദേഹം നമ്മുടെ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ പത്മകുമാർ, എന്താണ് ഇത്തരത്തിലൊരു നീക്കവുമായി സർക്കാർ പോകുന്നത്? നമ്മുടെ സാധാരണക്കാർക്ക് ഒരുപാട് ഉപകാരപ്രദമായിരുന്ന ഒരു സംഭവമായിരുന്നില്ല ഈ സബ്സിഡി സിലിണ്ടർ. പിന്നെ എന്തുകൊണ്ടാണ് നിർത്തലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? ഇങ്ങനെ നിർത്തലാക്കാൻ തീരുമാനിച്ചു എന്നൊരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. പലപ്പോഴും ഇത്തരത്തിലുള്ള കള്ളപ്രചരണമല്ല, നമ്മൾ അറിയാം. ശ്രീ പത്മകുമാർ, കള്ളപ്രചരണങ്ങൾ നടത്താറ്. നേരത്തെ സബ്സിഡി 12 സിലിണ്ടർ സബ്സിഡി റേറ്റിലും 13ാമത്തെ റേറ്റ് കൂട്ടാൻ തീരുമാനിച്ച സമയത്തും ഇത്തരത്തിലൊരു പ്രചരണം വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും NDA ഗവൺമെന്റ് അല്ലെങ്കിൽ BJPയുടെ നയം അർഹതപ്പെട്ട ആളുകൾക്ക് സബ്സിഡി റേറ്റ് കൊടുക്കണം എന്ന് തന്നെയാണ്. അതിലൊരു മാറ്റവും വരാൻ സാധ്യതയില്ല. എന്റെ കൂടുതൽ വിശദീകരണം വരട്ടെ. ഞാൻ പറയാം, ചില കാര്യങ്ങൾ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തി തരാം. അതായത് ഓരോ മാസവും 4 രൂപ വച്ച് സബ്സിഡി സിലിണ്ടറിന് കൂട്ടുക, മാർച്ച് മാസമാകുമ്പോൾ സബ്സിഡി പൂർണ്ണമായും നിർത്തലാക്കുക. ഈ രീതിയിലാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എണ്ണ കമ്പനികൾക്കടക്കം നിർദ്ദേശം പോയിരിക്കുന്നത്. എങ്ങനെയാണ് കള്ളവാർത്തയാവുക? അങ്ങനെ മുമ്പ് ഞാൻ UPA ഗവൺമെന്റ് സമയത്ത് ഇതേപോലെ ഉണ്ടായിരുന്നല്ലോ. അന്ന് 5 രൂപ വെച്ചിട്ട് ഓരോ മാസവും കൂട്ടി ഇതിന്റെ വില കൂട്ടണമെന്ന് തീരുമാനമെടുത്തിരുന്നത് നേരത്തെ ഒരു ഗവൺമെന്റ് ഇന്ത്യയിലുണ്ടായിരുന്ന സമയത്ത്. ഇതിനെ സംബന്ധിച്ച് താങ്കൾ പറയുന്ന കാര്യത്തിന് അതിന്റെ വസ്തുതകൾ പുറത്തു വരുമ്പോഴേ പറയാൻ കഴിയൂ. ഇതുവരെ വന്നിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഓരോ തീരുമാനങ്ങളും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. നമുക്ക്
ഇവിടെ നമ്മുടെ പ്രചരണം നടത്തണം. ശ്രീ പത്മകുമാർ, താങ്കളുടെ പാർട്ടിയെ ന്യായീകരിച്ചോളൂ, പക്ഷേ അങ്ങനെ പറയരുത്. കാരണം ഇപ്പോൾ താങ്കൾ പറഞ്ഞല്ലോ UPA സർക്കാരിന്റെ കാലത്ത് 4 രൂപ അല്ലെങ്കിൽ പൈസ കൂട്ടാൻ തീരുമാനമുണ്ടായപ്പോൾ അന്ന് അതിനെയൊക്കെ എതിർത്തവരാണ് നിങ്ങൾ. പെട്രോളിന്റെ വില കൂട്ടുന്നു എന്ന് പറഞ്ഞ് ഞാൻ അഡ്മിറ്റ് ചെയ്തില്ലല്ലോ, അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഈ വളർത്തുമൃഗങ്ങളെ പക്ഷിയെ വളർത്തുന്നതിന് അവരെ പ്രചരണം നടത്തുന്നതിന് 5000 രൂപ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കണമെന്ന് പ്രചരണം നടത്തിയ മാധ്യമങ്ങളുണ്ട് ഇവിടെ. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മറുപടി പറയുന്നില്ല. തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റ് സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു തീരുമാനമെടുക്കില്ല. സബ്സിഡി അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കുക തന്നെ ചെയ്യും, അല്ലെ? യാതൊരു സംശയവും. അതായത് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ പൂർണ്ണമായും തെറ്റാണെന്നാണ് താങ്കൾ പറയുന്നത്? ഞാൻ പൂർണ്ണമായും തെറ്റാണെന്നല്ല പറഞ്ഞത്. അതിന് പുറത്തു വരട്ടെ. ഞാൻ അപ്പോൾ ഈ പുറത്ത് വന്നു കഴിയുമ്പോൾ അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ ഇതിനെ അനുസരിച്ച് നിൽക്കുമോ? അതിനെ കുറിച്ച് നമുക്ക് അല്ല, സ്വാഭാവികമായും ഏതായാലും അത്തരത്തിലൊരു തെറ്റ് സംഭവിക്കുമോ? ശ്രീ പത്മകുമാർ, ഒരു ഉദാഹരണം പറയാം. ഒരു ദിവസം മുമ്പ് ഇപ്പൊ ആരോഗ്യ മന്ത്രാലയ ആയുഷിന്റെ ഒരു റിപ്പോർട്ട് വന്നു എന്ന് പറഞ്ഞു. അത് വളരെ നേരത്തെ 2013 ഒരു തീരുമാനമാണ്. ഗർഭിണികളെ സംബന്ധിച്ചിടത്തോളം എണ്ണ കൂട്ടുള്ള പല ആഹാരങ്ങൾ കഴിക്കരുത്, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു വന്നു. അതിനകത്ത് മാംസം ഉപേക്ഷിക്കാൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെയുള്ള റിപ്പോർട്ടിനെ എടുത്തു വെച്ചിട്ടുണ്ട്. BJP ഗവൺമെന്റ് വന്നതിന് ശേഷം ബെഡ്റൂമിലേക്കും അതുപോലെ തന്നെ അടുക്കളയിലേക്കും കയറാൻ ശ്രീ പത്മകുമാർ, അത് വേറെ വിഷയം. കാരണം അതിലേക്ക് നമ്മൾ സംസാരിച്ച് വന്നു കഴിഞ്ഞാൽ അതിന്റെ പല കാര്യങ്ങളിലേക്കും മറ്റു പല വിവാദ സംഭവങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടി വരും. നമുക്കത് വിടാം. ഞാൻ ചോദിച്ചത് അതല്ല. ഞാൻ ചോദിച്ചത് ഈ ഒരു കാര്യത്തിൽ, ഈ സബ്സിഡി വിഷയത്തിൽ ഈ സർക്കാരിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അതായത് നമ്മൾ ഈ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ഗവൺമെന്റ് കൊടുക്കുക തന്നെയാണ്. ഒരു കാര്യമുണ്ട് ശ്രീ പത്മകുമാർ, അതായത് താങ്കൾ സമ്മതിച്ചു അർഹരായ ആളുകൾക്ക് ആനുകൂല്യം കൊടുക്കണമെന്ന് താങ്കൾ പറഞ്ഞു. ഞാൻ കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളടക്കം ഈ കർഷകരുടെ ലോണിലടക്കം എഴുതിത്തള്ളണമെന്ന കാര്യവുമായി ധനമന്ത്രിയെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ കേന്ദ്രം ഒരു ഫണ്ടും തരില്ല, അത് വേണമെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചോളൂ എന്നാണ്. നിരുത്സാഹപ്പെടുന്ന രീതിയിലായിരുന്നു സംസ്ഥാനം വന്നത്. അത്തരത്തിലുള്ള നടപടികൾ ഈ സംസ്ഥാനത്തിന് ഈ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ അതിന്റെ കൂടെയാണ് ഇപ്പോൾ ഈ വാർത്തയും വരുന്നത്. ശ്രീ പത്മകുമാർ, വേണ്ടിയിട്ടാണ് കേരളം അത് ഉപയോഗിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞത് നേരത്തെ ഉള്ള സംസ്ഥാനമല്ല. ഇപ്പോ വളരെ വലിയ രീതിയിലുള്ള സഹായങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഫിസിക്കൽ ഡെഫിസിറ്റ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ കേന്ദ്ര സഹായം ധനകാര്യ കമ്മീഷന്റെ സഹായങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ സ്റ്റേറ്റുകൾ സ്വയം പര്യാപ്തതയിൽ എത്തിയിട്ട് ഈ വക കാര്യങ്ങൾ പരിഹരിക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ് പറഞ്ഞത്. ആ സ്റ്റേറ്റുകൾ സ്വയം പര്യാപ്തതയിൽ എത്തണമെങ്കിൽ നമ്മുടെ വിഷയം അതല്ല. ശ്രീ പത്മകുമാർ, നമ്മുടെ വിഷയം അതല്ല. എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, ആ സ്റ്റേറ്റുകൾക്ക് സ്വയം പര്യാപ്തത വേണമെങ്കിൽ കേന്ദ്രത്തിന്റെ സഹായം കൂടി വേണ്ടേ? അത് തരില്ല എന്നാണ് ധനമന്ത്രി പറയുന്നത്. നമ്മുടെ വിഷയം അതല്ല. എങ്കിൽ പോലും ടാക്സ് വീതം 32% ഉണ്ടായിരുന്നത് ഒറ്റയടിക്ക് 42% ആക്കി വർദ്ധിപ്പിച്ചു. ഫിസിക്കൽ ഡെഫിസിറ്റ് കുറയുന്നതിന് വേണ്ടി പൈസ കൊടുത്തു. നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഭരണത്തിന് വേണ്ടിയിട്ട് കൂടുതൽ പൈസ കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യത്തിലും 14ാം ധനകാര്യ കമ്മീഷൻ 13ാം ധനകാര്യ കമ്മീഷനേക്കാൾ കൂടുതൽ 33,000 കോടി രൂപ കേരളത്തിന് കൊടുത്തപ്പോൾ ശരി. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുന്നത്, അതായത് ഇത്തരത്തിലൊരു തീരുമാനം ശ്രീ പത്മകുമാർ, ഇത്തരത്തിലൊരു തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകില്ല എന്ന് താങ്കൾ ഉറച്ചു വിശ്വസിക്കുന്നു? നിങ്ങൾ പറഞ്ഞതുപോലെ ഉണ്ടാകില്ല. കാരണം സബ്സിഡി അർഹതപ്പെട്ട ആളുകൾക്ക് പൂർണ്ണമായി കൊടുക്കുക തന്നെ ചെയ്യും. നമ്മൾ ഒരുപാട് സ്ക്രൂട്ടിനിക്കൊക്കെ ശേഷമാണ് ഈ 18 കോടിയോളം വരുന്ന ആളുകൾ ഈ സബ്സിഡിക്ക് അർഹരാണ് എന്ന് കണ്ടെത്തിയത്. ഇനി അതിനപ്പുറത്തേക്ക് എങ്ങനെ പോകാനാണ്? അല്ലല്ല, നിങ്ങൾ നാളെ ഇത് ഒരു ദിവസത്തെ അല്ലെങ്കിൽ 2 മണിക്കൂറോ 3 മണിക്കൂറോ ആയിട്ട് ഇതിനുണ്ടാവുള്ളൂ. നിങ്ങൾ ഈ പറയുന്ന ന്യൂസിന് യഥാർത്ഥ വസ്തു പുറത്തു വരുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവും. ഇന്ത്യയുടെ അനുഭവം കേന്ദ്ര ഗവൺമെന്റിന്റെ ഓരോ ചെയ്തികളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങളാണ് ആദ്യം മാധ്യമങ്ങൾ കൊടുക്കുന്നത്. പിന്നെ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു മാന്യത പോലും പലപ്പോഴും മീഡിയാസ് കാണിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ശരി, നന്ദി ശ്രീ പത്മകുമാർ. ഏതായാലും ഇത്തരത്തിലൊരു തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തതിനും കുറ്റം മാധ്യമങ്ങൾക്ക്. ശരി, വളരെയധികം നന്ദി ശ്രീ പത്മകുമാർ. മനു ചേരുന്നുണ്ട് ഒരിക്കൽ കൂടി. മനു, ഇത്തരത്തിലൊരു തീരുമാനം അതുണ്ടാകാൻ സാധ്യതയില്ല. ഇത് മാധ്യമങ്ങൾ തെറ്റായ രീതിയിൽ കേന്ദ്രത്തിന്റെ നിർദ്ദേശങ്ങളെ വ്യാഖ്യാനിച്ചത് എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ BJP നേതാക്കളുടെ പ്രതികരണം വരുന്നത്. അവർക്ക് അതിൽ കൂടുതൽ പറയാൻ കഴിയില്ല. അതിന്റെ പരിമിതി നമ്മൾ മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ നാളെ അവർ വിശദീകരിക്കാൻ പോകുന്നതും ഇത് തന്നെ ആയിരിക്കാം. ഇത് തെറ്റായ രീതിയിലുള്ള പ്രചരണമാണ്, ഇത്തരത്തിലല്ല കേന്ദ്രത്തിന്റെ നയങ്ങൾ എന്ന രീതിയിൽ തന്നെ ആയിരിക്കും. ഇത് നമ്മൾ പ്രത്യേകം കണ്ടെത്തി റിപ്പോർട്ട് ചെയ്തതല്ല. ഇത് ലോക്സഭ തന്നെ കേന്ദ്ര പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മറുപടിയായി
അറിയിച്ച ഒരു വിവരമാണ്. സർക്കാരിന് സബ്സിഡി ഇനത്തിൽ വലിയ നഷ്ടം സംഭവിക്കുന്നു. ആ നഷ്ടം നികത്തുന്നതിനുള്ള പുതിയ പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഇത്തരം ഓരോ സിലിണ്ടറിനും വില വർദ്ധിപ്പിക്കുന്നു എന്നാണ്. ഓരോ മാസവും 4 രൂപ വീതം വർദ്ധിപ്പിച്ച് ഈ സബ്സിഡി ഇനത്തിലെ നഷ്ടം നികത്താനാകുമെന്നാണ് ധർമ്മേന്ദ്ര പ്രധാൻ കേന്ദ്ര പെട്രോളിയം മന്ത്രി ലോക്സഭയിൽ നൽകിയ മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത്തരമൊരു നിർദ്ദേശം നൽകി കഴിഞ്ഞെന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രി തന്നെയാണ് ലോക്സഭയിൽ ഇന്ന് അറിയിച്ചിട്ടുള്ളത്. അല്പസമയങ്ങൾക്ക് മുമ്പാണ് ഇക്കാര്യം കേന്ദ്ര പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, അതോടൊപ്പം ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് അടക്കമുള്ള പൊതുമേഖല ഈ കമ്പനികളോട് 2 രൂപ വീതം വർദ്ധിപ്പിക്കണമെന്ന് ആദ്യം നിർദ്ദേശിച്ചു. പക്ഷേ പിന്നീട് നടത്തിയ കൂടിയാലോചനകളിൽ ഇത് 4 രൂപ വീതം ഓരോ മാസവും വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഇത്തരമൊരു സബ്സിഡി അടുത്ത വർഷം മാർച്ചോടുകൂടിയെങ്കിലും നൽകുന്നത് നിർത്തലാക്കാനാകൂ എന്ന നിർദ്ദേശമാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രി മുന്നോട്ട് വച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഇക്കാര്യങ്ങൾ ഇനി എന്ത് ന്യായീകരണം സർക്കാരിനെ അനുകൂലിക്കുന്നവർ മുൻപോട്ട് വയ്ക്കും എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. മനു, അതായത് ഈ വരുന്ന മാസം മുതൽ ഓരോ സിലിണ്ടറിനും 4 രൂപ വച്ച് കൂട്ടുക, അങ്ങനെ അടുത്ത വർഷം മാർച്ച് ആകുമ്പോഴേക്കും സബ്സിഡി പൂർണ്ണമായും നിർത്തലാക്കി ഏകദേശം സബ്സിഡി ഇല്ലാത്ത സിലിണ്ടർ എന്ന നിലയിലേക്ക് വില എത്തിക്കുക എന്നൊരു രീതിയിലുള്ള മറുപടിയാണോ മന്ത്രി ലോക്സഭയിൽ നൽകിയത്? തീർച്ചയായും അങ്ങനെയാണ് മറുപടി നൽകിയത്. ഇതിൽ ഇത്തരമൊരു വില വർധനവിലൂടെ ഈ സബ്സിഡി ഇനത്തിലുള്ള വൻ സാമ്പത്തിക ഭാരം സർക്കാരിന് കുറയ്ക്കാനാകുമെന്നാണ് ഈ കേന്ദ്ര പെട്രോളിയം മന്ത്രി ചൂണ്ടിക്കാട്ടിയത്. ആദ്യം ഈ ഓയിൽ കമ്പനികളോട് 2 രൂപ വീതം വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം വച്ചെങ്കിലും ഈ 2 രൂപ വീതം വർദ്ധിപ്പിച്ചാലും സർക്കാർ നൽകുന്ന സബ്സിഡി ഇല്ലാതായാൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് വഴിവെക്കുമെന്ന മറുപടി ഈ പൊതുമേഖലാ പെട്രോളിയം കമ്പനികളെല്ലാം സർക്കാരിനെ അറിയിച്ചു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത് 4 രൂപ വീതം ഓരോ സിലിണ്ടറിനും വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം പുറപ്പെടുവിക്കുന്നത് എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. കേന്ദ്ര പെട്രോളിയം മന്ത്രി തന്നെയാണ് ഇക്കാര്യം ലോക്സഭയിൽ അറിയിച്ചിട്ടുള്ളത്. ഓരോ വർഷവും 12 സിലിണ്ടറുകൾ വീതമാണ് ഓരോ കുടുംബത്തിനും സബ്സിഡിക്ക് അർഹമായ കുടുംബങ്ങൾക്ക് നൽകുക. ആ സാഹചര്യത്തിൽ ഓരോ മാസവും 4 രൂപ വീതം വർദ്ധിപ്പിച്ച് 12 സിലിണ്ടറുകൾ, ഒരു വർഷത്തിലെ 12 സിലിണ്ടറുകൾക്കും ഇങ്ങനെ തുടരെ വർധനവ് കൊണ്ടുവന്ന് 2018 മാർച്ച് മാസത്തോടുകൂടി ഇത്തരം ഒരു സബ്സിഡി ഇനത്തിലെ സർക്കാരിന്റെ സാമ്പത്തിക ഭാരം കുറയ്ക്കുക എന്ന നിർദ്ദേശമാണ് ഉള്ളത്. അത്തരമൊരു നടപടികളാണ് നടപ്പാക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞതായി കേന്ദ്ര പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തന്നെ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും സാധാരണക്കാർക്ക് വലിയ തിരിച്ചടിയാകുന്ന ഒരു തീരുമാനം തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. പാചകവാതക സബ്സിഡി മാർച്ച് മാസത്തോടെ കേന്ദ്രം നിർത്തലാക്കും. വില ഓരോ മാസവും 4 രൂപ വീതം വർദ്ധിപ്പിക്കാനും തീരുമാനം. മാർച്ച് മാസത്തോടെ ഇപ്പോൾ മുതൽ ഈ അടുത്ത മാസം മുതൽ 4 രൂപ വർദ്ധിപ്പിച്ച് മാർച്ച് മാസത്തോടെ വില ഏകദേശം സബ്സിഡി ഇല്ലാത്ത സിലിണ്ടറിന്റെ തുല്യമാകും. അതിനുശേഷം പിന്നീട് സബ്സിഡി ഉണ്ടാകില്ല എന്നൊരു നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ ലോക്സഭയിൽ പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നൽകിയ മറുപടിയിൽ വ്യക്തമാകുന്നത്. മനു ചേരുന്നുണ്ട് ഒരിക്കൽ കൂടി. മനു, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരായ ആളുകൾക്ക് ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കേണ്ട ചുമതലകളുണ്ട്. നഷ്ടത്തിനപ്പുറത്തേക്ക് അതിൽ ചില പൊതുവായ സേവനപരമായ മനസ്ഥിതിയുണ്ട്. ഇതൊക്കെ ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. അതൊക്കെയാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം വരികയാണെങ്കിൽ ലംഘിക്കപ്പെടുന്നത്. തീർച്ചയായും അതെ. ഇതിൽ ഈ കേന്ദ്ര സർക്കാരിന്റെ തന്നെ 2 ഇരട്ടത്താപ്പാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. നേരത്തെ ഈ പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം ഒരു നിമിഷം ഇപ്പോൾ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് കൂടി ചേരുന്നുണ്ട്. ശ്രീ കൊടിക്കുന്നിൽ, ഇത്തരത്തിൽ പാചകവാതക സബ്സിഡി മാർച്ച് മാസത്തോടെ പൂർണ്ണമായും നിർത്തലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. ഒരുപക്ഷെ വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സാധാരണക്കാരിൽ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു നടപടി എങ്ങനെ കാണണം? തീർച്ചയായും ഇത് വളരെ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന നടപടിയാണ്. നമ്മുടെ രാജ്യത്തെ കോടാനുകൂടി വരുന്ന സാധാരണക്കാരനെ അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ, BPL ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകളെ പ്രതികൂലമായി ബാധിക്കുന്ന ഈ തീരുമാനം രാജ്യത്തെ അടിച്ചേൽപ്പിക്കുന്നത് കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന കാലം മുതൽ നമ്മുടെ രാജ്യത്ത് പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്ന സബ്സിഡി ഘട്ടം ഘട്ടമായി പിൻവലിച്ചുകൊണ്ടിരുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ഗ്യാസ് സിലിണ്ടറുകളുടെ സബ്സിഡി എടുത്തു കളയാനും 4 രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ സാധാരണക്കാരന് താങ്ങാനാവാത്ത വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുകയാണ്. ഇത് ഗവൺമെന്റിന്റെ കാലാകാലങ്ങളുള്ള തീരുമാനപ്രകാരം അധികഭാരം അടിച്ചേൽപ്പിച്ച് ജനം പൊറുതിമുട്ടി കഴിയുകയാണ്. വാറ്റിലൂടെയും GSTയിലൂടെയും ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഒരു സാഹചര്യത്തില് വീണ്ടും ഈ GST വന്ന ജനങ്ങൾക്ക് പ്രയോജനം കിട്ടും, സാധാരണക്കാർക്ക് ഗുണമുണ്ടാവും എന്നൊക്കെ പറഞ്ഞെങ്കിലും അതിന്റെ ഫലങ്ങളൊന്നും ലഭിക്കാതെ ജനങ്ങളാകെ വട്ടം കറങ്ങുമ്പോൾ
വീണ്ടും ജനങ്ങൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സബ്സിഡി സിലിണ്ടർ അത് നിർത്തലാക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഏറ്റവും വലിയ ജനദ്രോഹമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത് കയ്യും കെട്ടി കാഴ്ചക്കാരായി നോക്കി നിൽക്കാൻ പാടില്ല. നമുക്കറിയാം ഈ രാജ്യത്ത് ഈ നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോൾ എല്ലാം വിറ്റ് തുലയ്ക്കുകയാണ്. ഇപ്പോ പാചകവാതകത്തിന്റെ കാര്യത്തിലും ഈ ഗവൺമെന്റ് ഈ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ഇവിടെ GST വന്നപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GSTയുടെ പരിധിയിൽ കൊണ്ടുവന്നില്ല. അതോടൊപ്പം എല്ലാ സാധനങ്ങൾക്കും വില കുറയുമെന്ന് പറയുമെങ്കിൽ അതിൽ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GSTയിൽ ഉൾപ്പെടുത്തി വില കുറയ്ക്കാൻ തയ്യാറായില്ല. പ്രകൃതി വാതകത്തിന്റെ പേരിലും GST കൊണ്ടുവന്ന് അതിൽ നിന്ന് വില കുറയ്ക്കാൻ അതിന്റെ ഗുണഫലം ജനങ്ങൾക്ക് ഉണ്ടാക്കാൻ ഈ സർക്കാർ തയ്യാറായില്ല. അപ്പൊ ഇവിടെ എയർ ഇന്ത്യ 80,000 കോടി നഷ്ടത്തിൽ പോകുന്ന എയർ ഇന്ത്യയെ വിറ്റ് തുലയ്ക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. അതുപോലെ ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റ് തുലയ്ക്ക് കാശുണ്ടാക്കാനുള്ള BJPക്ക് ഫണ്ട് സമാഹരിക്കാനുള്ള വഴിയാക്കി മാറ്റിയിരിക്കുകയാണ്. ഇങ്ങനെ പോകുന്ന എല്ലാം തകർത്തു തരിപ്പണമാക്കി പോകുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ രാജ്യത്തെ സമ്പന്ന വർഗത്തിന്റെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന ഒരു ജനവിരുദ്ധ ഗവൺമെന്റായി വീണ്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ജനങ്ങൾ മനസ്സിലാക്കണം. തീർച്ചയായും ഇവിടെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് ഇനി ഇതിൽ എന്താണ് ചെയ്യാൻ പോകുക? കാരണം മാർച്ച് മാസത്തോടെ ഈ സബ്സിഡി പൂർണ്ണമായും നിർത്തും. അടുത്ത മാസം മുതൽ ഓരോ സിലിണ്ടറിനും 4 രൂപ വെച്ച് കൂട്ടി ഒടുവിൽ മാർച്ച് മാസത്തോടെ സബ്സിഡി പൂർണ്ണമായും നിർത്താനാണ് തീരുമാനം. എന്തു ചെയ്യും കോൺഗ്രസ് മുഖ്യ പ്രതിപക്ഷം? ഇല്ല, ഇത് ഞങ്ങൾ കൈയും കെട്ടി നോക്കി നിൽക്കുകയില്ല. ഇത് കാഴ്ചക്കാരായി നോക്കി നിൽക്കാൻ കഴിയുന്നതല്ല. ഇന്ത്യ രാജ്യത്തെ കോടാനുകോടി വരുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ ദരിദ്രതയ്ക്ക് താഴെ കഴിയുന്ന ജനങ്ങൾക്ക് സബ്സിഡി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഗ്യാസ് സിലിണ്ടറുകൾ ഒറ്റയടിക്ക് നിർത്തലാക്കാനുള്ള ഈ നടപടി, ഈ ജനവിരുദ്ധ നടപടി, ജനദ്രോഹ നടപടിയെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുവാൻ ഞങ്ങൾ തയ്യാറാകും. പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന് ഈ അവസരത്തിൽ ഞാൻ ശക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ അക്കാര്യം ശക്തമായി പറയുമ്പോഴും അവിടെ ഒരു ആരോപണത്തിന്റെ മുന ഒരുപക്ഷെ നിങ്ങൾക്ക് നേരെ നീണ്ടുവരാൻ സാധ്യതയുണ്ട്. കാരണം UPA സർക്കാരിന്റെ കാലത്താണ് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയ അധികാരം കമ്പനികൾക്ക് നൽകിക്കൊണ്ട് തീരുമാനമായത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞു GSTയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്രം പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ഉൾപ്പെടുത്താൻ തയ്യാറായില്ല. അവിടെ ഉണ്ടാകുന്നത് സ്വാഭാവികമായും GSTയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അവർക്ക് സ്വതന്ത്രമായി വില കൂട്ടി കാര്യങ്ങൾ കൊണ്ടുപോകാം. നിങ്ങൾക്കെതിരെയും ആരോപണം ഉയരാൻ സാധ്യതയില്ലേ? അല്ല, ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ ജനവിരുദ്ധമായ ഏതെങ്കിലും തീരുമാനമെടുത്ത് ജനങ്ങളുടെ മേലെ അത് അടിച്ചേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പിൻവലിക്കാനുള്ള അധികാരം ഇപ്പോൾ അധികാരത്തിൽ വന്ന അല്ലെങ്കിൽ ഞങ്ങൾക്ക് ശേഷം അധികാരത്തിൽ വന്ന ഗവൺമെന്റിനുണ്ട്. എന്തുകൊണ്ട് ഗവൺമെന്റ് അത് ചെയ്യുന്നില്ല? ഞങ്ങളെ കുറ്റം പറയുമ്പോൾ ഞങ്ങൾ അധികാരത്തിന് പുറത്തു പോയല്ലോ. ജനങ്ങൾ അധികാരത്തിന് പുറത്താക്കി. ഞങ്ങൾ ചെയ്ത തെറ്റുകൾക്ക് ഞങ്ങളെ ശിക്ഷിച്ചു. ഞങ്ങൾ കഴിഞ്ഞ 4 വർഷമായി ഞങ്ങളെ അധികാരത്തിന് പുറത്താണ്. ഞങ്ങൾ ചെയ്ത തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനങ്ങളുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ വന്നവർ ചെയ്യേണ്ടത് എന്താണ്? ഞങ്ങൾ ചെയ്ത തെറ്റുകൾ തിരുത്തുകയാണ് വേണ്ടത്. അത് അവർ 4 വർഷമായി ചെയ്തില്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ മേലിൽ ഉന്നയിക്കുന്ന ആരോപണത്തിന് അടിസ്ഥാനമില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ അവർ തുടരുമ്പോൾ ഞങ്ങൾ ചെയ്ത തെറ്റ് എന്ന് അവർക്ക് എങ്ങനെ പറയാൻ പറ്റും? ഞങ്ങൾ ചെയ്ത് തെറ്റാണെന്ന് അവർക്ക് എങ്ങനെ പറയാൻ പറ്റും? അതാണ് ഇതിനകത്ത്. അപ്പൊ അവർക്ക് ഇതിനകത്ത് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഞങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ തെറ്റായി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ജനവിധിയാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. അവർ തിരുത്തട്ടെ, അങ്ങനെ തിരുത്തി കാണിക്കട്ടെ. വളരെ നല്ല കാര്യം. പിന്നെ മറ്റൊന്നും കൊണ്ടുണ്ട് ശ്രീ കൊടിക്കുന്നിൽ, അതായത് ഈ സബ്സിഡി എടുത്തു കളയാൻ തീരുമാനിച്ചുകൊണ്ട് പറഞ്ഞത് ഇത് ലാഭകരമല്ല എന്നാണ്. ഈ സർക്കാർ എന്ന് പറയുന്നത് ലാഭം മാത്രം കാക്ഷിക്കുന്ന ഒരു കോർപ്പറേറ്റ് കമ്പനിയാണോ? അങ്ങനെയാണോ സർക്കാരിന്റെ നിർവചനത്തെ നമ്മൾ കാണേണ്ടത്? തീർച്ചയായിട്ടും ഒരിക്കലും നമ്മുടെ ഗ്യാസ് സിലിണ്ടറുകൾ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് കൊടുക്കുന്നത്, ഇടത്തരക്കാർക്ക് കൊടുക്കുന്നത് ഒരിക്കലും ലാഭം നോക്കിയല്ല. നമ്മുടെ ഗ്യാസ് സിലിണ്ടറുകൾ അല്ലെങ്കിൽ LPG സിലിണ്ടറുകൾ വിതരണം ചെയ്യുന്ന പാവപ്പെട്ടവർക്ക് സാധാരണക്കാർക്ക് സബ്സിഡി ഇനത്തിൽ കൊടുക്കുന്ന ആ നഷ്ടം അത് മറ്റു മേഖലയിൽ നിന്ന് സർക്കാരിന് ഈടാക്കാൻ കഴിയും. അത് അങ്ങനെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു ന്യായം പറഞ്ഞ്, ഈ ഒരു മുടന്തൻ ന്യായം പറഞ്ഞ് ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആനുകൂല്യം, വർഷങ്ങളായി നമ്മുടെ രാജ്യത്ത് സാധാരണക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആനുകൂല്യം അത് എടുത്തു കളയുന്നത് നരേന്ദ്രമോദി സർക്കാർ സമ്പന്നന്മാരുടെയും മുതലാളികളുടെയും കോർപ്പറേറ്റുകളുടെയും താല്പര്യങ്ങൾക്കും താളത്തിനൊത്തും നിൽക്കുന്നു എന്നതിന്റെ തെളിവാണ്. തീർച്ചയായും ഇത് എതിർക്കപ്പെടേണ്ടതാണ്. ഇത് രാജ്യവ്യാപകമായി ഇതിന് എതിരായി ശക്തമായ പ്രക്ഷോഭം ഉയർന്നു വരേണ്ടതാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏതായാലും മാർച്ച് മാസത്തോടെ സിലിണ്ടറുകളുടെ സബ്സിഡി എടുത്തു കളയാൻ തീരുമാനിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ. ഇന്ന് ലോക്സഭയിൽ ഇത് സംബന്ധിച്ച് പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ
മറുപടി നൽകുകയും ഇതുമായി ബന്ധപ്പെട്ട് മറുപടി പാർലമെന്റിൽ നൽകുകയും ചെയ്തിരിക്കുന്നു. PU ചിത്രയുടെ കോടതിയലക്ഷ്യ ഹർജിയിൽ ഹൈക്കോടതി ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷനോട് വിശദീകരണം തേടി. സുധാ സിംഗ് എങ്ങനെ പട്ടികയിൽ ഇടം നേടിയെന്നതിനാണ് വിശദീകരണം തേടിയത്. നാളെ ഹർജി വീണ്ടും പരിഗണിക്കും. വിവരങ്ങളുമായി സാലി ചേരുന്നുണ്ട്. സാലി, ഈ സുധാ സിംഗ് ഈ പറയുന്ന യോഗ്യതകളൊന്നുമില്ലാതിരുന്ന ചിത്രയെ പോലെ തന്നെയായിരുന്ന സുധാ സിംഗ് എങ്ങനെ ഇടം നേടി എന്നതിനെക്കുറിച്ചാണോ കോടതി ഇന്ന് അത്ലറ്റിക് ഫെഡറേഷനോട് വിശദീകരണം തേടിയിരിക്കുന്നത്? ഈ അത്ലറ്റിക് മീറ്റിൽ തന്നെ പങ്കെടുപ്പിക്കണമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവ്, വെള്ളിയാഴ്ചത്തെ ഉത്തരവ് നടപ്പിലാക്കാത്തതിനെതിരെ ചിത്ര ഒരു കോടതിയലക്ഷ്യ ഹർജിയുമായി ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹർജി പരിഗണിച്ച കോടതി ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷനോട് ചില കാര്യങ്ങൾ സംബന്ധിച്ച് വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അത് പല സൂചിപ്പിച്ചതുപോലെ ഒരേ സാഹചര്യത്തിലുള്ള രണ്ടുപേരിൽ ഒരാൾ മാത്രം എങ്ങനെ പട്ടികയിൽ രണ്ടാമത് ഇടം നേടി എന്നാണ് അറിയേണ്ടതെന്നാണ് കോടതി പറഞ്ഞത്. അതായത് ലോക മീറ്റിൽ താരങ്ങളെ ഉൾപ്പെടുന്നതിനുള്ള സമയപരിധി കഴിഞ്ഞു എന്ന് ഫെഡറേഷൻ കോടതി അറിയിച്ചു. അങ്ങനെയെങ്കിൽ സുധാ സിംഗ് എങ്ങനെ പട്ടികയിൽ പിന്നീട് ഇടം നേടി എന്നായിരുന്നു കോടതി വാക്കാൽ ചോദിച്ചത്. കോടതി അക്കാര്യത്തിൽ ഒരു വിശദീകരണവും കോടതി എന്ന് പറയുകയാണ്. അത് 24 അവസാന തീയതി എന്ന് ഫെഡറേഷൻ പറയുന്നു. 27 പ്രസിദ്ധീകരിച്ച പട്ടികയിലും സുധാ സിംഗിന്റെയോ PU ചിത്രയുടെ പേരുണ്ടായിരുന്നില്ല. എന്നാൽ 30 അന്താരാഷ്ട്ര അത്ലറ്റിക് ഫെഡറേഷന്റെ വെബ്സൈറ്റിൽ സുധാ സിംഗിന്റെ പേര് പ്രത്യക്ഷപ്പെടുന്നു. ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷനോട് ഹൈക്കോടതി ചോദിച്ചത്. അതായത് 27-നും 30-നും ഇടയിൽ എന്താണ് സംഭവിച്ചത് എന്നാണ് അത്ലറ്റിക് ഫെഡറേഷന്റെ സെക്രട്ടറി വിശദീകരിക്കേണ്ടത്, വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കേണ്ടത് എന്നും കോടതി പറഞ്ഞു. സെക്രട്ടറി സ്ഥലത്തില്ലാത്ത സാഹചര്യമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട മറ്റാരെങ്കിലും ഇക്കാര്യം വിശദീകരിക്കേണ്ടതാണ് എന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. മാത്രമല്ല, ചില നിരീക്ഷണങ്ങൾ, വാക്കാൽ പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഫെഡറേഷന് മേൽ സർക്കാരിന് നിയന്ത്രണം ഉണ്ടാവേണ്ടതാണ് എന്നൊരു പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഏതായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ ഹർജി ഫയൽ സ്വീകരിക്കുകയോ തള്ളുകയോ ചെയ്തിട്ടില്ല. പക്ഷേ നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. നാളെ ഈ കേസ് പരിഗണിക്കുമ്പോൾ മേൽ സൂചിപ്പിച്ച കാര്യങ്ങൾ ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ അധികൃതർ അത് സെക്രട്ടറിയോ ഉത്തരവാദിത്തപ്പെട്ട മറ്റാരെങ്കിലോ വിശദമായ സത്യവാങ്മൂലമായി കോടതിയിൽ സമർപ്പിക്കേണ്ടതാണ് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ശരി, സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ലോക ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് PU ചിത്രയെ ഒഴിവാക്കാൻ വൻ ഗൂഢാലോചന നടന്നുവെന്ന് TP ദാസൻ. PU ചിത്രയ്ക്കായി നിയമ പോരാട്ടം തുടരുമെന്നും TP ദാസൻ വ്യക്തമാക്കി. ഒരു വാക്കും എനിക്ക് മനസ്സിൽ തോന്നില്ല. നെറികേട് എന്നാണോ, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന നിലയാണോ, ഒരു നാടൻ പന്തുകളിയിൽ പോലും സ്വീകരിക്കാത്ത നിലപാട് ആണ് ഇത് എന്നാണ് ഞങ്ങളുടെ ശക്തമായ അഭിപ്രായം. ഇതിനെ നിയന്ത്രിക്കാൻ ആരുമില്ലേ? ഇതിപ്പോൾ രണ്ടും ഇപ്പോൾ സെലക്ഷൻ കമ്മിറ്റിയാണ് നടത്തുന്നതെന്ന് പറയും. സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ തന്നെ വ്യക്തമാക്കിയതും ഇപ്പോൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്താ? അത് ഇവരെല്ലാം കൂടി തീരുമാനിച്ചാണ്. ഞാൻ ഒരു അഭിപ്രായം ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നാണ്.